കൊടുക്കലാകുന്നു പണത്തിന്റെ ഏറ്റവും വലിയ ഉപയോഗം എന്നത് തിരിച്ചറിയണം. 1.25 ലക്ഷം ഉറുപ്യ ശമ്പളമുള്ള ആളെ ഞാൻ കണ്ടിട്ടുണ്ട്. പെരമ്മലോണുണ്ട്, മരിച്ചപ്പോ കടം ബാക്കിയുണ്ട്. എന്തേ ബറക്കത്ത് പോയതിന്റെ കാര്യം? സ്വതക്കയില്ലാതെ മുതലിൽ ബർക്കത്ത് ഉണ്ടാവില്ല. 1/10 കിട്ടുന്ന ബിസിനസ് സ്വതക്ക മാത്രമേ ഉള്ളൂ. അൽ ഹസനത്തു ബി അശ്രി അംസാലിഹ. നന്മ 10 ഇരട്ടി കൊണ്ട് തിരിച്ചു കിട്ടുന്ന ഒറ്റ കാര്യമുള്ളൂ. പലിശ കൊടുത്താലേ പരമാവധി പലിശ 17% കിട്ടുക. പലിശക്കുള്ളപ്പോൾ അല്ലേ കൊടുക്കാൻ പറ്റിയ കാര്യം. ഇനി 100% കിട്ടിയാൽ 1 ലക്ഷത്തിന് 2 ലക്ഷം ഉണ്ടാവുള്ളൂ, 10 ലക്ഷം ഉണ്ടാവില്ല. സ്വതക്ക കൊടുത്താല് 1 ലക്ഷത്തിന് 10 ലക്ഷം. അൽ ഹസനത്തു ബി അശ്രി അംസാലിഹ എന്ന് വഹയിന്റെ ഇൽമാണ്. എന്തേ കിട്ടാത്തത്? ബഹുമാനപ്പെട്ട സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ മാർക്കറ്റിൽ പോയി. ഫാത്തിമ ബി റളിയല്ലാഹു അൻഹാക്ക് പനി ഉണ്ടായി മാറിയപ്പോ ഒരു ഉറുമാമ്പഴം തിന്നണമെന്ന പൂതി. അലിയാരോട് പറഞ്ഞു, എനിക്കൊരു ഉറുമാമ്പഴം തിന്നണമെന്ന് പൂതി ഉണ്ട്, നിങ്ങൾ കൊടുന്ന് ചോദിച്ചു. അതിന് മൂപ്പര് അങ്ങാടി പോയി മാർക്കറ്റിൽ ഉള്ള പൈസ കൂടി നുള്ളി പെറുക്കിക്കാണ്ട് ഒരു ഉറുമാമ്പഴം വാങ്ങിക്കാണ്ട് അതിട്ട് ഇങ്ങനെ വരികയാണ്. വഴിയിന്ന് ജയിൽ മോചിതനായി നടന്നു വരുന്ന ഒരാളെ കണ്ടു. ഭക്ഷണം കഴിച്ചിട്ട് കുറേ ദിവസമായിട്ടുണ്ട്. അലിയാരെ കണ്ടപ്പോൾ ചോദിച്ചു, അലിയാരെ തിന്നാൻ പറ്റിയ എന്തേലും ഉണ്ടെങ്കിൽ തരികയായിരുന്നു. അതിൽ മൂപ്പരടുത്ത് ഒരു ഉറുമാമ്പഴം ഉണ്ട്, ഫാത്തിമാക്ക് കൊണ്ടുപോവുകയാണ്. അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ ആലോചിച്ച്, പടച്ചോനെ ഞാനിപ്പോ ഇത് കൊണ്ടുപോണത് ഫാത്തിമാക്ക് കൊണ്ടുപോവുകയാണ്, പക്ഷേ ഫാത്തിമാക്ക് വിശന്നിട്ടല്ല, പൂതിയായിട്ടാണ്. ഇയാളിപ്പോൾ ഈ ചോദിക്കുന്നത് വിശന്നിട്ടാണ്. വിശപ്പിന് 1-ാം സ്ഥാനം കൊടുക്കണോ, പൂതിക്ക് 1-ാം സ്ഥാനം കൊടുക്കണോ? കുറെ ഇങ്ങനെ ആലോചിച്ചിട്ട് അവസാനം വിശപ്പിന് 1-ാം സ്ഥാനം കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അത് കൊടുത്തു. രണ്ടാമതൊന്നും വാങ്ങാൻ കഴിയില്ല. അപ്പൊ ഇങ്ങനെ വിഷമത്തിൽ വീട്ടിൽ ഇങ്ങനെ ചെന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, പ്രിയപ്പെട്ട ഭർത്താവേ, മുഖത്തെന്തോ ഒരു ക്ഷീണുണ്ടല്ലോ, എന്തേ പറ്റിയെന്ന് ചോദിച്ചു. ഒന്നുമില്ലായിരുന്നു. എന്തേ പറ്റി ചോദിച്ചു. ഒന്നുമില്ല ഫാത്തിമ, നീ എന്നോടൊരു ഉറുമാമ്പഴം തിന്നാനുള്ള പൂതി പറഞ്ഞിട്ട് ഞാൻ മാർക്കറ്റിൽ നിന്ന് ഉറുമാമ്പഴം വാങ്ങി മടങ്ങി വരുന്ന വഴിയിൽ ഒരു യാചകനെ കണ്ടു. ഭക്ഷണമില്ലാതെ വിഷമിച്ച ഒരാള്. ഞാൻ ആ ഉറുമാമ്പഴം അയാൾക്ക് കൊടുത്തു. ഫാത്തിമ, രണ്ടാമതൊന്ന് വാങ്ങാൻ എൻ്റെ അടുക്കൽ പണമില്ല എന്ന് പറഞ്ഞപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞു, എനിക്ക് വലിയ റാഹത്തായി. നിങ്ങളത് കൊടുത്തിട്ടില്ലെങ്കിലാണ് എനിക്ക് വലിയ വിഷമം ഉണ്ടാകുക, കൊടുത്തതുകൊണ്ട് ഭയങ്കര റാഹത്തായി എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു കയറി വരുന്നുണ്ട് പെരേക്ക്. ഇവരിങ്ങനെ കയറി വന്ന് മൂപ്പരെ കയ്യിലൊരു കീസ് ഉണ്ട്. ആ കീസ് കൊടുത്തു. അലിയാരെ എങ്ങൾക്ക് തരാൻ വേണ്ടി തന്നാണ് പറഞ്ഞു. തുറന്നു നോക്കുമ്പോ 9 ഉറുമാമ്പഴം ഉണ്ട്. ഭയങ്കര റാഹത്തായി. അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ എണ്ണി 1, 2, 9. അമ്രേ, ഈ ഉറുമാമ്പഴം എനിക്കുള്ളതാവൂലട്ടോ പറഞ്ഞു. അല്ല, നിങ്ങൾക്കുള്ള തന്നെയാണ് പറഞ്ഞു. ഏയ്, ഒരിക്കലും സാധ്യതയില്ല പറഞ്ഞു. അതെന്താ ചോദിച്ചു. ഒരു നന്മ 10 ഇരട്ടി കൊണ്ടാണ് തിരിച്ചു നൽകുക എന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ റസൂലിന് തെറ്റൂല. ഇത് 9 ഉറുമാമ്പഴേ ഉള്ളൂ എന്ന് പറഞ്ഞു സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ്. അതിൽ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു ഒന്നിങ്ങനെ പിന്നിക്ക് പിടിച്ചിരുന്നു. അതും കൂടിയാണ് കൊടുത്തിട്ട് പറഞ്ഞു, 10 ഉണ്ട്, എടുത്തോളിയായിരുന്നു. 1/10 കിട്ടുന്ന ബിസിനസ് സ്വതക്കയല്ലാതെ വേറൊന്നില്ല. മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ മുതലാളിയായ ആരെങ്കിലും ഉണ്ടോ? നിങ്ങൾ പരിശോധിച്ചോളി. ഓനോ ഓന്റെ വാപ്പേ, വാപ്പാന്റെ വാപ്പേ, അതിന്റെ വാപ്പേ സ്വതക്ക കൊടുക്കാതെ മുതലാളിയായിട്ടുണ്ടാവില്ല. നിങ്ങൾ മൊത്തം മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിലുള്ള മുഴുവൻ പൈസക്കാരെയും പരിശോധിച്ചോളി. ഓന്, ഓന്റെ വാപ്പ, വാപ്പാന്റെ വാപ്പ, അതിന്റെ വാപ്പ, അതിന്റെ വാപ്പ, ഏതെങ്കിലും ഒരു വാപ്പ സ്വതക്ക കൊടുത്തിട്ടുണ്ടാവും എന്നതാണ് അതിന്റെ പിന്നിലെ രഹസ്യം. കാരണം അത്ര ലാഭം ഉണ്ടാകുന്ന വേറെ കച്ചവടം ദുനിയാവിലില്ല. അൽ ഹസനത്തു ബി അശ്രി അംസാലിഹ. നന്മ 10 ഇരട്ടി കൊണ്ടാണ് തിരിച്ചു നൽകുക. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ എത്ര ശമ്പളം ഉണ്ടായാലും, എത്ര വരുമാനം ഉണ്ടായാലും, വരുമാനത്തിൽ ബറക്കത്തുണ്ടാവണമെങ്കിൽ സ്വതക്കയുടെ കാര്യത്തിൽ സൂക്ഷ്മത വേണം.
ഒരു വിഹിതം എപ്പോഴും സ്വതക്കൊക്കെ വേണ്ടി മാറ്റി നോക്കി നല്ല വർഗത്തേക്കാരം. ഒരു വിഹിതം എപ്പോഴും അത് ദുഃഖത്തിലും സന്തോഷത്തിലും കൊടുക്കണം കേട്ടോ. അപ്പൊ നമ്മളെ പെരയില് ബദരീങ്ങളുടെ പേരിലുള്ള ഒരു നീർച്ചപ്പെട്ടി ഉണ്ട് എന്ന് വിചാരിക്കുക. മാസം 15 നീർച്ചയ്ക്കുള്ള ഒരു പെട്ടി ഉണ്ട് പെരയില് വിചാരിച്ചോളെ. പേരക്കുട്ടി വന്നപ്പോ വയറ്റുന്നോക്കും പനിയാ. വേഗം ഒരു 10 എടുത്തുങ്ങാണ്ട് ബദരീങ്ങളെ പെട്ടിയിൽ എൻ്റെ കുട്ടിയുടെ ദണ്ണം മാറട്ടെ ഇട്ടു. ദണ്ണം മാറി. പേരക്കുട്ടി വന്നപ്പോ വയറ്റുനോക്കും പനി ഇല്ല എന്നിട്ടോ അപ്പോഴും ഇടണം. അതാണ് നമുക്ക് നിഖമത്തിൽ മാത്രം അള്ളാഹുവിന് ഓർമ്മ വരും, നിഅമത്തിൽ ഓർമ്മ വരൂല. ഇതാണ് നമ്മളൊരു പ്രശ്നം. നിഅമത്തിൽ ഓർമ്മ വരൂല, നിഖമത്തിൽ ഓർമ്മ വരും. അതായത് നമ്മളിങ്ങനെ നമുക്ക് വലിയ ശമ്പളം ഉണ്ടായിരുന്നു വിചാരിച്ചോളി. 1,00,000 റുപ്യ ശമ്പളം ഉണ്ട്. 50,000 എല്ലാ മാസവും ചെലവാകും. ബാക്കി 50,000 എങ്ങനെ ബാക്കിയാവും? ഒരു 10 മാസം കഴിഞ്ഞാൽ 5,00,000 റുപ്യ ഉണ്ടാവും. അങ്ങനെ നോക്കുമ്പോൾ മൂപ്പർക്ക് ഹെർണിയ, കൊടലിറക്കം അല്ലെങ്കിൽ ഫിസ്റ്റുല, ഒരു സർജറി വേണമെന്ന് പറഞ്ഞു. 4,50,000 റുപ്യാണ് ചെലവായി. എന്ത് പറയും? എന്താ ഇപ്പൊ കാട്ട, പടച്ചോന്റെ ഒരു വിധിയല്ലേ എന്ന് പറയും. 50,000 എല്ലാ മാസവും ഏറെ തന്നീന്നത് പടച്ചോന്റെ വിധിയല്ല കേട്ടോ. ഈ 4,50,000 റുപ്യ ഒന്നിച്ചാൽ ചെലവായത് ആരെ വിധിയായി? പടച്ചോന്റെ വിധിയായി മാറി. ഇങ്ങനെയാണ് നമ്മളെ കാഴ്ചപ്പാടുള്ളത്. വണ്ടി തട്ടിയ ഡേറ്റ് ഭയങ്കര ഓർമ്മയ്ക്കാർ. ആ സ്ഥലമൊക്കെ ഓർമ്മ ഉണ്ടാവും. ആ വളവ്, അതാ 3ാമത്തെ വളവ്, അവിടെയാണ് പണ്ട് ഞാൻ വണ്ടിയായിട്ട് പോയപ്പോൾ തട്ടിയത്. വണ്ടി വാങ്ങിയത് ആർക്കും ഓർമ്മ ഉണ്ടാവില്ല. നിഅമത്ത് ഓർമ്മയില്ല, നിഖമത്ത് ഓർമ്മയുണ്ട് എന്നുള്ളതാണ്. അരമണിക്കൂർ പല്ലുവേദന ഉണ്ടായാലും എന്തോരു പല്ലുവേദനയാണ്. എപ്പോൾ നോക്കിയാലും ഇങ്ങനെ തന്നെ. അല്ലാ എന്തിനാണ് ഇന്നെങ്ങനെ ഇടങ്ങാറാക്കണത് എന്നായി. 23.5 മണിക്കൂർ പല്ലുവേദന ഇല്ലാത്ത ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. നിഅമത്തോർമ്മയില്ല, നിഖമത്തോർമ്മയുണ്ട് എന്നുള്ളതാണ് നമ്മളെ വലിയൊരു പ്രശ്നം. ഉസ്താദേ, പെണ്ണിന് 21 വയസ്സായി, കല്യാണമൊന്നും ശരിയായിട്ടില്ല, ഒന്ന് ദ്വാരക്കുകൊണ്ടിട്ടോ ഒരു കല്യാണം ശരിയാകാന്. ദ്വാരക്കണ്ട തന്നെയാണ്, വേണ്ടാന്നല്ല ഞാൻ പറഞ്ഞത്. ഒരു 20 കൊല്ലം മുമ്പ് ഒരു ദിവസം രാത്രി 10 മണിക്ക് എൻ്റെ പെണ്ണുങ്ങൾക്ക് പ്രസവവേദന തുടങ്ങിയത് ഓർമ്മ ഉണ്ട് എനിക്ക്? എന്നിട്ട് ഓട്ടോറിക്ഷ വിളിച്ചങ്ങാണ്ട് ആശുപത്രിക്ക് കൊണ്ടുപോയത് ഓർമ്മ ഉണ്ടോ? അങ്ങനെ 12:30 ആയപ്പോൾ ബെല്ലടിച്ചിട്ട് നഴ്സിനോട് ചോദിച്ചു, മറിയമ്മൂൻ്റെ വല്ല വിവരവും ഉണ്ടോ? നഴ്സ് പറഞ്ഞു, ഒന്നും പറയാനായിട്ടില്ല പറഞ്ഞു. യാസിന് ഒതിട്ട് ഇങ്ങനെ നടന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ഒരു 1:30 പിന്നെയും ചോദിച്ചു, വല്ല വിവരം ഉണ്ടോ? ഒന്നും പറയാനായിട്ടില്ല. 1:45 വെളുത്ത സാരി എടുത്തുങ്ങാണ്ട് നഴ്സ് തല പുറത്തേക്ക് ഇട്ടിട്ട് പറഞ്ഞു, മറിയമ്മ പെറ്റിക്കണു, പെൺകുട്ടിയാണ് എന്ന് പറഞ്ഞപ്പോ ഒരു മനസ്സറിഞ്ഞ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ 18 കൊല്ലം കഴിയുമ്പോൾ നീ ചോദിക്കാതെ നിന്റെ റബ്ബ് 2ാമത്തെ അൽഹംദുലില്ലക്ക് അവസരം തരും. ലഇൻ ശക്കർത്തും ലഅസീദന്നകും വലഇൻ കഫർത്തും ഇന്ന അദാബി ലശദീദ്. ഇതാണ് സംഗതി. നിഅമത്തുകൾ നമുക്ക് ഓർമ്മയില്ല, നിഖമത്തുകളെ നമ്മൾ ഓർക്കുന്നു. ഒരു 50,000 ഉറുപ്പ്യ കിട്ടിയെന്ന് വിചാരിച്ചോളി. നമുക്കൊരു 50,000 ഉറുപ്പ്യ കിട്ടി. എവിടുന്നോ കിട്ടി. ഒരാൾ പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ ഒരു 50,000 ഉറുപ്പ്യ കിട്ടി. 50,000 ഉറുപ്പ്യ കിട്ടിയേക്കിന് നമ്മൾ വിചാരിച്ചു എന്തായാലും പെരൻ്റെ ഡൈനിങ് ഹാളും സിറ്റ് ഔട്ടും ഒന്ന് ടൈൽസ് ഇടണം എന്ന് തീരുമാനിച്ചു. പെണ്ണുങ്ങളൊക്കെ പറഞ്ഞു, കുട്ടികളൊക്കെ പറഞ്ഞു, എല്ലാവർക്കും സമ്മതമായി. എല്ലാവരും കൂടി കുടുംബസമേതം ടൈൽസ് നോക്കാൻ വേണ്ടി പോയി ടൈൽസ് കടയ്ക്ക്. അങ്ങനെ നല്ല തന്നെ ചൂരും മണമൊന്നും ഇല്ലാത്ത നല്ല ടൈൽസ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞാണ്ട് മുന്തി ഐറ്റം നോക്കി ഉറപ്പിച്ച് ബില്ലൊക്കെ അടിച്ച്, ബില്ല് കൊടുക്കാൻ വേണ്ടി കീശയിൽ കൈയിട്ടപ്പോൾ അടിയിലൊരു ഓട്ട, ഡും, 50,000. അതിൽ ഓങ്ങോട്ട് ബേജാറായിട്ട് പറയും, എന്താ ഇപ്പം കാട്ട, പടച്ചോൻ്റെ ഒരു വിധിയല്ലേ എന്ന് പറയും. ആ 50,000 നൂലുമക്കൂടി ഉണ്ട് ഇറങ്ങിയത് പടച്ചോൻ്റെ വിധിയായിരുന്നില്ല. അത് ഓട്ടയെക്കൂടി പോയത് മാത്രം പടച്ചോൻ്റെ വിധിയാണ്. ഇതന്നെ നമ്മളെ സംഗതി. നിഅമത്തുകൾക്ക് ശുക്റുണ്ടായിരിക്കണം, അപ്പോൾ വർധനവ് തരും. ലഇൻ ശക്കർത്തും ലഅസീദന്നകും. നിങ്ങൾ നിഅമത്തുകൾക്ക് നിങ്ങൾ ശുക്ർ തന്നാൽ നിങ്ങൾക്ക് ഞാൻ കൂട്ടിത്തരാം. വഇൻ കഫർത്തും ഇന്ന അദാബി ലശദീദ്. പൈസ ഉണ്ടാവാനുള്ള ദുആ എങ്ങനെ അറിയാം നിങ്ങൾക്ക്?
കുറച്ചോനെ കുറേ പൈസ തരണേന്നല്ല, പൈസ ഉണ്ടാകുന്ന വരക്കണ്ട്. പിന്നെ എങ്ങനെ? അള്ളാഹുവേ ധാരാളം സക്കാത്തും സ്വതക്കയും കൊടുക്കാൻ എനിക്ക് നീ അവസരം തരണേ.